ആ ഗുരുവായൂരപ്പ, നമ്മുടെ ഗുരുവായൂരിലെ ഏകാദശി വളരെ പ്രാധാന്യമുള്ളതാണെന്നറിയാലോ. നവംബർ 1 മുതൽ ആണ് ഏകാദശി വിളക്കുകൾ തുടങ്ങുന്നത്. അതേപോലെ ഡിസംബർ 1 വളരെ പ്രശസ്തമായ ഗുരുവായൂർ ഏകാദശി. അപ്പോൾ ആദ്യ വിളക്ക് നവംബർ 1 പാലക്കാട്ട് അലനെല്ലൂർ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ്. രണ്ടാമത്തെ വിളക്ക് വരുന്നത് ദേവസ്വം, അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടാവും. അതേപോലെ 25ാമത്തെ വിളക്ക് വരുന്നത് കപ്രാട്ട് കുടുംബം പഞ്ചമി വിളക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ബാങ്ക് വിളക്ക്, SBI, കനറ, അങ്ങനെയൊക്കെയുള്ളത്, പോലീസ് വിളക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിളക്കുകൾ നടക്കും. അന്നൊക്കെ പ്രത്യേക പൂജകളും അതുപോലെ കാഴ്ച ശീവേലികളും. ഈ ഒരു മാസം വളരെ പ്രാധാന്യമുള്ള സമയം തന്നെയാണ്. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നവംബർ 16 നമ്മുടെ ചെമ്പൈ സംഗീതോത്സവം ഉദ്ഘാടനമാണ്. 17 മുതൽ തുടങ്ങും സംഗീതോത്സവം, രാവിലെ മുതൽ ആരംഭിക്കും. ധാരാളം ഭക്ത കലാകാരന്മാരുടെ വൈഭവം നമുക്ക് കാണാൻ സാധിക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് അത് സാധാരണഗതിയിൽ നടക്കുക. ഗുരുവായൂർ ഏകാദശിയെ പറ്റി പറയുകയാണെങ്കിൽ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. അന്നത്തെ ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയത് അന്നേ ദിവസമാണ്. അതായത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണ് ഗുരുവും വായുവും ചേർന്ന് നമ്മുടെ ഗുരുവായൂരപ്പനെ ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത്. അതേപോലെ ഭഗവാൻ ഗീത ഉപദേശം നൽകിയ ആ ഗീതാദിനാണ് അന്നേ ദിവസം, അതായത് ഡിസംബർ 1. അന്നത്തെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, മഹാവിഷ്ണു ദേവീദേവന്മാർക്കൊപ്പം ഗുരുവായൂരിൽ വന്നിട്ട് ഗുരുവായൂരപ്പനെ ദർശിക്കും. അതായത് സ്വന്തം പ്രതിരൂപത്തെ തന്നെ ദർശിക്കാനും അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകാനും വരുന്ന ദിവസമാണ് എന്നാണ്. അപ്പോൾ ആ ദിവസം എങ്ങനെയെങ്കിലും ആ ക്ഷേത്ര പരിസരത്തെങ്കിലും എത്തിപ്പെട്ടാൽ 100 ജന്മങ്ങളുടെ പുണ്യം കിട്ടുമെന്ന് പറയുന്ന പോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷത്തെ ഏകാദശികളെല്ലാം നോൽക്കുന്നതിന് തുല്യമാണ് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു ഏകാദശി നോറ്റാൽ. 7 ജന്മങ്ങൾ മുൻപുള്ള പാപങ്ങൾ മുഴുവൻ ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ സർവ്വ ദുരിതങ്ങളും മാറിപ്പോകും എന്നുള്ളതാണ് പ്രമാണം. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ നോറ്റു കഴിഞ്ഞു, നമ്മുടെ പാപങ്ങളൊക്കെ പോയി. അപ്പോൾ ഇനി നമുക്ക് പുണ്യം വേണ്ടേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അടുത്ത വരും തലമുറയ്ക്ക് 7 തലമുറയ്ക്ക് നമ്മൾ അതായത് നമ്മളെ അച്ഛൻ, അമ്മ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ നോൽക്കുന്നതിൻ്റെ പുണ്യം നമ്മുടെ മക്കളുടെ മക്കളും പേരക്കുട്ടികൾക്കൊക്കെ ആയിട്ട് അവർക്ക് കിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടി നമുക്ക് ഗുരുവായൂർ ഏകാദശി നോൽക്കാൻ കഴിയണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ മണ്ണിലൊന്ന് വന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒന്ന് എത്തിയിട്ട് നോക്കാനൊക്കെ കഴിയട്ടെ, ഗുരുവായൂരപ്പ ദർശനം കഴിയട്ടെ എന്നുകൂടി ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. നമ്മുടെ ചാനലിൽ, ഗുരുവായൂർ ഓൺലൈൻ ചാനലിൽ ഏകാദശിയുടെ അന്നത്തെ കാര്യങ്ങൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ഡിസംബർ 1 ഗുരുവായൂർ എത്തട്ടെ കേട്ടോ.